ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ടല്ലോ ആ കൂട്ടുകാരുടെയും വിശേഷങ്ങൾ. അപ്പോൾ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കുറച്ച് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചതാട്ടോ. അപ്പോൾ വീഡിയോ ഇടണമെന്ന് ഇങ്ങനെ വിചാരിക്കും, പക്ഷേ ഒന്നിനും സമയം കിട്ടാറില്ല. രാവിലെ തന്നെ എണീറ്റാൽ പിന്നെ കുഞ്ഞിനെയും നോക്കണം, മക്കളെ സ്കൂൾക്ക് വിടണം, അതിനിടയിൽ നല്ല വീഡിയോസൊക്കെ എടുക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഫോണിൽ എടുത്ത് വെച്ച കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ അപ്പുറത്തെ അയൽവാസിയുടെ വീട്ടിൽ അവൾ അച്ചാർ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ നാരങ്ങച്ചാർ ഇടുന്നുണ്ട്, എന്നാൽ അത് ഇട്ടളാന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ചാർ നാരങ്ങച്ചാറിൻ്റെ ഈ ഒരു റെസിപ്പി ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചരിഞ്ഞാൽ അവിടെ ഒരു കൂടുന്ന പതിവുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും അവളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ടോ. മക്കളും അവിടെ തന്നെയാണ്, ടി വി കാണാനൊക്കെ അങ്ങോട്ട് പോവാറാണ് കേട്ടോ. മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒരു പ്രായമില്ല മക്കളുണ്ടാകുമ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ ഇവിടെ. അങ്ങനെ ഈ ഒരു വീഡിയോ രാവിലെ എടുത്തു വെച്ചതാണ്, രാവിലെ എണീറ്റ് വന്നതാണ് കേട്ടോ. അടുക്കളുടെ അവസ്ഥ നമ്മൾ തലേന്നൊക്കെ എത്ര ക്ലീൻ ചെയ്ത് ഇന്നലെ ഉച്ചക്ക് ചോറൊക്കെ വെച്ച് തുടച്ച് വെച്ചതാട്ടോ. പിന്നെയും ചിമ്മിണിമെന്നൊക്കെ പൊടിയൊക്കെ ചാടിയിട്ട് നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിടുന്ന എന്താണ് കേട്ടോ ജോലി, വീതനയൊക്കെ നന്നായിട്ട് തന്നെ ഉരച്ചിട്ട് നന്നായി ഒന്ന് തുടച്ചിടും, എന്നിട്ടേ തീയൊക്കെ മൂട്ടുള്ളൂ, വെണ്ണൂറൊന്ന് കോരിയിടാണ്ടാവും. അപ്പോൾ രാവിലെ നമുക്ക് എണീറ്റ് വരുമ്പോൾ അടുക്കള വൃത്തിയായി കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണല്ലോ അല്ലേ, പിന്നെ ഒന്നിനും തോന്നില്ല, അന്നത്തെ ദിവസം തന്നെയാണ് പോവും. അപ്പോൾ തലേന്ന് തന്നെ വൃത്തിയാക്കിയിടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത് തന്നെയാണ്. പക്ഷേങ്കിൽ ഈ പൊടിയൊക്കെ ചാടുന്നതുകൊണ്ട് തന്നെ രാവിലെ കേട്ടോ വൃത്തിയാക്കൽ. പിന്നെ അത് ഉച്ചയ്ക്ക് തന്നെ കഞ്ഞിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ തുടച്ചിടുന്നതാണ്. പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ, രാവിലത്തെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചതാണ്. അപ്പോൾ കുറേ ആയിട്ട് തന്നെ ഉച്ചക്കത്തെ വിശേഷങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിക്കും, പിന്നെ ഒക്കെ പെട്ടെന്നായിരിക്കും കേട്ടോ, ഒന്നും ടൈം ഉണ്ടാവില്ല. കുട്ടീനെ അമ്മ പിടിച്ച് നിൽക്കിക്കാറ്, അപ്പോൾ പെട്ടെന്ന് തന്നെ ജോലി എടുത്തിട്ട് തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്ത് വെക്കും. പിന്നെ വീഡിയോ എടുക്കണമെങ്കിൽ നല്ല വീഡിയോ എടുക്കാൻ ആലോചിച്ചിരിക്കുന്നുണ്ട്, നല്ല വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇതാ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തിളച്ച് വന്ന് ചായപ്പൊടി ഇട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ. തലേന്ന് അരിയൊക്കെ വെള്ളത്തിലിടലുണ്ട്, അരിയും കടലയൊക്കെ വെള്ളത്തിലിടലുണ്ട്, പക്ഷേ അതൊന്നും ഇട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ എന്തുണ്ടാക്കുന്നത് രാവിലെ കേട്ടോ ആലോചിക്കണത്. അപ്പം അങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ രാവിലെ കണ്ടോ നല്ലോണം മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ, എന്നാലും മഴക്കൊരാശ്വാസമുണ്ട്. 2 ദിവസമായിട്ട് തന്നെ മഴ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പെയ്യുന്നുള്ളൂ കേട്ടോ. അടഞ്ഞ് പെയ്യുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഇടയ്ക്ക് ഓരോ വെയിലൊക്കെ കിട്ടുന്നുണ്ട്. കുട്ടികളെ മദ്രസക്ക് പോകാൻ ഒരുങ്ങും കേട്ടോ. അപ്പോൾ അസക്കുട്ടിയാണെങ്കിൽ ഭയങ്കര ദേഷ്യവും വാശിയാണ്, ഓരോന്ന് പറഞ്ഞിട്ട് കരയുക കേട്ടോ. അവളുടെ മുന്നത്തെ മുടി കണ്ണുക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കും, അപ്പോൾ അതൊന്ന് കെട്ടിക്കൊടുത്തതാണ്, തലേന്ന് രാത്രി കെട്ടിക്കൊടുത്താട്ടോ. അപ്പോൾ അതിങ്ങനെ തൂക്കിയിടുകയാണ്. പിന്നെ അതാ മദ്രസക്ക് പോകാൻ നേരത്തെ ഓരോന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങിയിട്ടോ. അവനതെടുത്തു വലുതെടുത്തു, അവന് പല്ലേച്ചു, ആദ്യം പല്ലേച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഓരോന്ന് നല്ല രീതിയിൽ പറഞ്ഞ് ശരിയാക്കണം കേട്ടോ. അവരിപ്പോൾ മാസ്കൊക്കെ വേണം, മലപ്പുറം ജില്ലയിലൊക്കെ മാസ്ക് വേണം കേട്ടോ. അപ്പോൾ ഒരാളെ കയ്യുമ്പോൾ മുറിയായിട്ടുണ്ടായിരുന്നു, കെട്ടിക്കൊടുത്തതാണ്. കെട്ടിക്കൊടുത്തിട്ട് കുറച്ചൊരു കുറവുണ്ട്, കുപ്പി വള ഇട്ടീനും. അപ്പോൾ ഞാൻ പറഞ്ഞിന് കുപ്പി വള കയ്യുമ്പോൾ മുറിയാവുന്നൊക്കെ, ആദ്യമായിട്ടാണ് കുപ്പി വള ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാട്ടിയിട്ട് തന്നെ ബാത്റൂമിൻ്റെ അവിടെ ഉണ്ട് കൈ വേഗമൊക്കെ ആക്കി നിൽക്കണ്. അപ്പോൾ ചോര വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൂൽപുട്ടിനുള്ള മാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഗ്യാസും ഒന്ന് തിളപ്പിച്ച ശേഷം നമ്മുടെ ഈ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്, തീയൊക്കെ മൂട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഇഡ്ഡലി പാത്രത്തിലാട്ടം ഉണ്ടാക്കാറ്, പിന്നെ അതിന് പറ്റിയ ഓട്ടപാത്രമൊന്നും ഇല്ല. പിന്നെ തുണിയൊക്കെ കീറിയത് കഴിഞ്ഞിരിക്കണം, അപ്പോൾ എളുപ്പതാണ്. പിന്നെ അതിന് മക്കൾക്കൊന്നും ഒരു പരാതിയൊന്നും ഇല്ല, ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും. കറിക്കൊന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഒന്നും ഇടണ്ട, രാവിലെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ രാവിലെയാണ് ചിന്തിച്ചിരിക്കണത് എന്താ ഉണ്ടാക്കുക എന്നില്ല. അങ്ങനെ കിഴങ്ങും ഉള്ളിയും വലിയുള്ളിയും തക്കാളിയും പാടെ കട്ട് ചെയ്തിട്ട് തന്നെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ, കിഴങ്ങും കറി. അപ്പോൾ അതാ നമ്മുടെ തീയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, കത്തി പിടിച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ നടുക്ക് കുറച്ച് വെള്ളം വെക്കലാണ് കേട്ടോ. നമുക്ക് വേറെ എന്തൊക്കെയും ചൂടുവെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാമല്ലോ. അപ്പോൾ ഈ ഒരു കുടുക്കയിൽ ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ചാൽ നമുക്ക് ചൂടുവെള്ളത്തിന് എപ്പോഴും ആവശ്യം ഉണ്ടാവും കേട്ടോ. കറിക്കും അതുപോലെ എന്തിലേക്കൊക്കെ വെള്ളം ചൂടുവെള്ളം തന്നെ നമുക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ. അതുപോലെ മക്കൾക്കൊക്കെ കൊടുക്കാനും ഒക്കെ ഈ ചൂടുവെള്ളം തന്നെ ഇട്ട് എടുക്കാറ്. അപ്പോൾ അതിലെപ്പോഴും കഴിഞ്ഞാൽ അതിലിങ്ങനെ നിറക്കലാണ്. ഞങ്ങളാണെങ്കിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനൊക്കെ എല്ലാവർക്കും വെള്ളം വേണം കേട്ടോ, ചൂടുവെള്ളം. അപ്പോൾ അത് കുറേ നേരം അങ്ങനെ കത്തിക്കിടക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നല്ല ചൂടുണ്ടാവും കേട്ടോ. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നൂൽപുട്ടാണ്, ഈ നൂലപ്പം എന്നൊക്കെ പറയും കേട്ടോ. ഇത് അരിപ്പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും.
അതിനുള്ള വെള്ളം തിളപ്പിക്കുമ്പോൾ ഉപ്പും ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തിളച്ച ശേഷം നമ്മുടെ ഈ അരിപ്പൊടിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. വെള്ളം ഒരു പാകത്തിന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ വേവിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ താൻ ഈ കറി ഉണ്ടാക്കാനുള്ള ഉള്ളി, തക്കാളി, കിഴങ്ങ് കേട്ടോ. കിഴങ്ങ് ഒന്നുകൂടി തൊലിക്കാണ്ട് ഞാൻ മോൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് ഇതിലേക്ക് മല്ലിപ്പൊടിയും, മുളക് പൊടിയും, മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് തേങ്ങ അരച്ച കറി കേട്ടോ. ഞാൻ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കറി ആയിട്ടുണ്ട് അങ്ങനെ. പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഉച്ചരിഞ്ഞപ്പോൾ മക്കൾ കടി വേണമെന്ന് ഒരു ദിവസം കടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അന്ന് ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ മക്കൾ? കടി എന്താ ചോദിച്ചിട്ടേക്കാരം വരിക. ആദ്യമൊന്നും ഇതൊരു ശീലമല്ലേ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കടി ഉണ്ടാക്കി കൊടുത്തപ്പോൾ പിന്നെ എന്നും അവർക്ക് എന്തെങ്കിലും വേണം കേട്ടോ. അവർക്കൊരു വിശപ്പാണ് ആ സമയത്ത്. അപ്പോൾ ഉണ്ടാക്കി കിട്ടി കഴിച്ച് ശീലമായ പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ അതാ ഞാൻ അമൃതം പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാണ് കേട്ടോ പാലവാടിയിൽ നിന്ന് അമൃതം പൊടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമൃതം പൊടി ഒന്ന് വറുത്തിട്ട് നന്നായി വറുവായതിന് ശേഷം തേങ്ങ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര പാനിയോ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത്. അപ്പോൾ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.